അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സുഗീനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സുഗീനാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ലേശം മൈദപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ലേശം സോഡാപ്പൊടിയും ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളത്തിലാണ്, നോർമൽ വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കാം. പെട്ടെന്ന് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ പറയുക, ഒരു കട്ടായി വരും. ഇത് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാവ് കുഴച്ചെടുക്കണം. നല്ല ലൂസാവും വേണ്ട, എന്നാൽ നല്ല കട്ടിയും വേണ്ട കേട്ടോ. പിന്നെ ഒട്ടും തരികളൊന്നും പാടില്ല. അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു അച്ചുവല്, ശർക്കര അച്ചുവല്ലാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്നങ്ങണ്ട് ക്രഷ് ചെയ്തെടുക്കുക. അതേപോലെ തേങ്ങ, അരമുറി തേങ്ങ ചെരുകിയതും. പിന്നെ ഇത് പയറാണ് കേട്ടോ, ചെറുപയർ കുതിർത്തിട്ട് വേവിച്ച് എടുത്തിട്ടുള്ളത്. നല്ല വേവണ്ട കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ടൈമിൽ ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അതൊന്നും കണ്ട് ചേർത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ആവശ്യമുള്ളവർക്ക് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ചേർത്ത് നമുക്കിതൊന്ന് നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിടേണ്ടവർക്ക് ഉപ്പിടാം, അല്ലാത്തവർക്ക് ഇടണ്ട. ഓവറായി പോവരുത് കേട്ടോ. ഇനി ഇത് നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങോട്ട് ഇതായി കിട്ടൂല, ഒരു അലിഞ്ഞിങ്ങാണ്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കണം. ഇതൊരു ബോൾസ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. വെള്ളം ഓവറായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചളി പോലെ ഇരിക്കും കേട്ടോ. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊന്നും കിട്ടൂല. പിന്നെ നമുക്കിതൊന്ന് കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്കിത് ചൂടാക്കാൻ വെക്കണം, എണ്ണ ചൂടാക്കാൻ വെക്കണം. ചൂടായതിന് ശേഷം ഞാനിതാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മാവിൽ ഒന്ന് മുക്കിയിട്ടൊന്ന് അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്കൊന്ന് ഇട്ടെടുക്കണം കേട്ടോ. ഇത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. കണ്ടില്ല, കയ്യും കാലൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ കൂടെ ഒന്നും കൂടി അങ്ങോട്ട് മാവ് ഒഴിച്ചു. മാവ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാവ് ഒന്നും കൂടി ഒഴിച്ചെടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് കയ്യും കാലും വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ടെടുക്കാം. തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കട്ടെ. ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മാവ് കൂട്ടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൂടാതെ നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ. ചെറുപയറൊക്കെ അല്ലേ, നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ വൈകുന്നേരം ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ.